നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ കെട്ടിടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള മന്ദിരത്തിൽ നിന്ന് ത്രികോണാകൃതി തോന്നിക്കുന്ന പുതിയ മന്ദിരത്തിലേക്ക് മാറിയത് മോദിയുടെ രണ്ടാം ഊഴത്തിലായിരുന്നു. മൂന്നാം വിജയം പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയ NDAക്ക് തിരിച്ചടിയേറ്റത് പുതിയ മന്ദിരത്തിൻ്റെ വാസ്തുദോഷം കൊണ്ടാണോ? ചിരിച്ചു തള്ളാൻ വരട്ടെ. BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്തതിൻ്റെ കാരണം തിരയുന്നവർ ഇങ്ങനെയും ചില കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരം എന്ന ആശയം മോദി സർക്കാരിൻ്റെ കാലത്തായിരുന്നില്ല ഉയർന്നത്. അത് പുതിയതുമല്ല. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള ആദ്യ BJP സർക്കാരിൻ്റെ കാലത്താണ് ഇതിന് അംഗീകാരം നേടുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ കെട്ടിടം അറ്റകുറ്റപ്പണികളും നവീകരണങ്ങളും ഏറെ ആവശ്യമുള്ളതിനാൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം വേണമെന്ന ആവശ്യമുയർന്നു. പഴയ കെട്ടിടത്തിലെ സ്ഥലപരിമിതിയും അസൗകര്യമായി. ഇതിനു പുറമെ പുതിയ കാലത്തെ സുരക്ഷയും കണക്കിലെടുത്താണ് കേന്ദ്രത്തിൽ വന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം എന്ന ആശയവുമായി മുന്നോട്ട് പോയത്. ഭാരതത്തിൽ പൊതുവെ ത്രികോണ രൂപത്തിൽ കെട്ടിടം നിർമ്മിക്കാറില്ല. വാസ്തുശാസ്ത്രത്തിന് എതിരാണെന്നാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ത്രികോണ രൂപം പലരുടെയും പരമ്പരാഗത വിശ്വാസത്തിന് എതിരായിരുന്നു. പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ ആർക്കിടെക്ട് ബിമൽ ഹസ്മുഖ് പട്ടേലായിരുന്നു ഈ മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ത്രികോണ മാതൃക ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ ചില കേന്ദ്രങ്ങൾ അതിനെ വിശ്വാസത്തിൻ്റെ പേരിൽ എതിർത്തു തുടങ്ങി. പുതിയ കെട്ടിടം വാസ്തുശാസ്ത്ര വിശ്വാസത്തിന് എതിരാണെന്നായിരുന്നു അവരുടെ വാദം. ത്രികോണ രൂപത്തിലുള്ള കെട്ടിടം മനുഷ്യവാസത്തിന് യോജിച്ചതല്ലെന്നും അങ്ങനെ ചെയ്താൽ ദോഷങ്ങളുണ്ടാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഈ എതിർപ്പുകളെ അവഗണിച്ചാണ് മന്ദിരത്തിൻ്റെ പണി തീർത്തത്. രാജ്യത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിലും മതവിശ്വാസങ്ങളിലും 3 എന്ന സംഖ്യയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് പാർലമെൻറ്റ് മന്ദിരത്തിന് ത്രികോണ രൂപം നൽകിയത് എന്നായിരുന്നു അതിന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി നൽകിയത്. സർവ്വമത പ്രാർത്ഥന, ഗണപതി ഹോമം ഇങ്ങനെയൊക്കെ ഏറെ ചടങ്ങുകൾക്കൊടുവിലാണ് മന്ദിരം തുറന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതോടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ സമയത്ത് വാസ്തുശാസ്ത്രകാരന്മാർ പറഞ്ഞത് വീണ്ടും ചിലർ ചർച്ചയാക്കുകയാണ്. അന്ന് വാസ്തുശാസ്ത്ര വിദഗ്ധർ പറഞ്ഞത് കാര്യമായി എടുക്കാത്തതുകൊണ്ടാണ് NDAക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതെന്നും മോദിയുടെ ഭൂരിപക്ഷം കാര്യമായി ഇടിഞ്ഞത് എന്നുമുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ രൂപഘടന വാസ്തുവിദ്യയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്തായാലും മന്ദിര നിർമ്മാണവും കഴിഞ്ഞു, പൊതു തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. ഇനി അതേപ്പറ്റി കഥകളും ഉപകഥകളും നിർമ്മിക്കുന്നവർക്ക് അതുതന്നെ തുടരാം. അധികാര തുടർച്ച ഞായറാഴ്ച യാഥാർത്ഥ്യമാവുകയാണ്. മോദിയുടെ 3ാം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ദിരത്തിൽ തന്നെ സമ്മേളിക്കും.